ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വീട്ടിന് ചെറിയൊരു ചുമയും മൂക്കടപ്പും ഒക്കെ ഉണ്ട്. അതിന് തന്നെ ആശുപത്രി കാണിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ചാല് തുറന്ന് കണ്ടത്തിൽ വെള്ളം കയറ്റുവാണ്. ഞങ്ങൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. ഹൗസ് ബോട്ടൊക്കെ ഓടുന്ന ഇന്ന് കുറവാണ് ഹൗസ് ബോട്ട്. എപ്പോഴും നല്ല ഇഷ്ടംപോലെ ഹൗസ് ബോട്ടൊക്കെ ഉള്ളതാണ്. ഒരു ഹൗസ് ബോട്ട് അവിടെ കിടക്കുന്നത്. ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ഇത് സ്കൂളിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. പിള്ളേരെല്ലാവരും ഇതേ സ്കൂളിലേക്ക് പോവുകയാണ്. അതേകൂട്ട് നടന്നു പോകുന്നു. അവനെ എടുക്കണ്ട, നടക്കണമെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങൾ പോകുന്ന വഴികളൊക്കെ. ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത്. ഇത് ഞങ്ങളുടെ ഇവിടെയാണ് പഞ്ചായത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇത് പഞ്ചായത്ത് ഇവിടെയാണ്. പഞ്ചായത്ത് ഇതാണ് ഞങ്ങളുടെ. പിന്നെ ഇപ്പുറത്താണ് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഹെൽത്ത് സെൻ്റർ. ഇവിടെയാണ് കുത്തിവെപ്പിനൊക്കെ വരുന്ന വാക്സിനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. ഇവിടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇക്കരയിൽ ഇറങ്ങണമെന്നേ ഉള്ളൂ. അത് വേസ്റ്റ് പിന്നിടുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വഴികൾ അതൊരു ക്ഷേത്രമാണ്. ഇത് ഓട്ടോ സ്റ്റാൻഡ്, ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടുന്ന് കുറച്ച് ശക്കല ഒരു തുള്ളി ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ഒരു തുള്ളി നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലോട്ട്. ഇപ്പോഴത്ത് ഞങ്ങൾ ചിലപ്പോൾ രാവിലത്തെ ആ ബസ് പോയായിരുന്നു, 9 ബസ് പോയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോയിൽ കയറിയാണ്. ഓട്ടോയിൽ കയറിയിട്ട് പിന്നെ ATM പോകണമെന്ന് ATMലോട്ട് പോയി. അതിനുശേഷം ഇപ്പം ഓട്ടോയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. പിന്നെ ATM എത്തി. ATMിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വീണ്ടും കഴിഞ്ഞ് റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ? മഴ പെയ്തപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ഓട്ടോക്കാർക്ക് തന്നെ പാടായിപ്പോയി വരാൻ. ഓട്ടോ സ്ഥലത്തിടയ്ക്ക് നിന്ന് പിന്നെ ATMിലെത്തി. ATMിൽ നിന്ന് പൈസ പിൻവലിച്ച ശേഷം ഇനി നേരെ കൈനീർ ജംഗ്ഷനിലേക്ക് അവിടെ ചെന്നിട്ട് ബസ് കിട്ടും. ബസ് കയറി ആശുപത്രിയിലേക്ക് പോകണം. ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളാണ്, കൈനീരിക്കുന്ന കാഴ്ചകളാണ്. ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിയിലെത്തി. ഇതുവഴി നടന്നാൽ കുറച്ച് നടന്നാൽ മതി ആശുപത്രിയിലെത്തിയിട്ടും. നമ്മൾ ജില്ലാ ആശുപത്രിയിലാണ് പോകുന്നത്. അവിടെ കുട്ടികളുടെ ചെന്ന് ഇപ്പോൾ അവിടെ പുതിയ ബിൽഡിങ്ങൊക്കെ പണിതിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് അവിടെ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. നേരത്തെ ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. നേരത്തെ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണമായിരുന്നു. അവിടെ എല്ലാം കൂടെ കൂടിക്കളന്ന് നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് എല്ലാ കുട്ടികളുടെയും വലിയവരുടെ എല്ലാവരുടെയും കൂടി ഇങ്ങനെ കൂടിക്കളന്ന് നടക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അവിടെ തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഇവിടെ തിക്കും തിരക്കൊന്നുമില്ല. ചീട്ട് എടുക്കാൻ നേരത്ത് മാത്രമേ ഇച്ചിരി തിരക്കേ ഉള്ളൂ. നമുക്ക് കുട്ടികളുടെ അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവിടെ വലിയവരുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പം പുതിയതായിട്ട് പണിതിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് നല്ല രീതിയിൽ ഇവിടെ ചീട്ട് എടുക്കുന്ന അവിടെ തിരക്കാണ്. സ്വാഭാവികമായിട്ട് അവിടെ തിരക്ക് വരും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചീട്ട് കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു. ഡോക്ടറിനെ പെട്ടെന്ന് പോയി കണ്ടു, മരുന്ന് വാങ്ങിച്ചു. ഡോക്ടറിൻ്റെ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചെന്ന് ഡോക്ടറെ കണ്ടു. 2 സ്ഥലത്തായിട്ട് ഡോക്ടർമാർ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ടു. മരുന്ന് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോരാൻ പറ്റി. പെട്ടെന്ന് ഫാർമസിയിലും കയറി പെട്ടെന്ന് പോരാൻ പറ്റി. നമുക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര തിരക്കും ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല ഫെസിലിറ്റീസൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എപ്പോൾ വിചാരിച്ചിരുന്ന കുട്ടികളുടെ അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര ഇതുമായിരുന്നു. ഇപ്പം എന്താ അവിടെ തിരക്കൊന്നും. ഇത് അങ്ങോട്ട് വന്നു. മേളിലാണ് കുട്ടികളുടെ വാർഡ്. മേളിലോട്ട് കയറി ചെന്ന്